വയനാട്ടിലെ മുണ്ടക്കൈ, അട്ടമല, ചൂരൽമല എന്നിവിടങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് കേരളക്കര. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഒട്ടനവധി പേർക്ക് ജീവൻ നഷ്ടമായി. പലർക്കും ഉറ്റവരെയും ഉടയവരെയും നഷ്ടമായി. ആരാണെന്ന് പോലും അറിയാതെ മൃതദേഹങ്ങൾ, വിലാപങ്ങൾ. ഇനി എന്ത് എന്ന ചോദ്യവുമായി നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. ഈ കാഴ്ചകൾ ഓരോ മനുഷ്യരെയും സങ്കടക്കടലിൽ ആഴ്ത്തിയിരിക്കുകയാണ്. വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് സഹായങ്ങളുമായി നിരവധി സുമനസ്സുകളാണ് രംഗത്തെത്തുന്നത്. വയനാട്ടിലെ ദുരന്തഭൂമിയിൽ ആശ്വാസമായി നടനും ലഫ്റ്റനന്റ് കേണലുമായ മോഹൻലാൽ എത്തി. ഔദ്യോഗിക വേഷത്തിൽ ആയിരുന്നു മോഹൻലാൽ എത്തിയത്. മേജർ രവി അടക്കമുള്ളവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ട സൈനികരുമായും വോളണ്ടിയർമാരുമായും സംസാരിച്ച മോഹൻലാൽ ശേഷം മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. നമ്മുടെ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും സങ്കടകരമായ കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വാർത്തകളിലൂടെ അറിയുന്നത്. വളരെ സങ്കടകരമായ കാര്യമാണത്. അതിന്റെ വ്യാപ്തി എത്രത്തോളം ആണെന്ന് ആ സ്ഥലങ്ങളിൽ പോയി കണ്ടാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ഒരുപാട് പേർക്ക് ഒറ്റ നിമിഷം കൊണ്ട് ഉറ്റവരെയും ഉടയവരെയും വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നത് വളരെ വലിയൊരു കാര്യമാണെന്ന് മോഹൻലാൽ പറഞ്ഞു. ഇന്ത്യൻ ആർമി, നേവി, ഫയർഫോഴ്സ്, NDRF, പോലീസ്, ഹോസ്പിറ്റൽ അധികൃതർ, ഡോക്ടേഴ്സ്, സന്നദ്ധ സംഘടനകൾ, സാധാരണ ആൾക്കാർ, എല്ലാ വിഭാഗത്തെയും മോഹൻലാൽ പേരെടുത്ത് പറഞ്ഞു അഭിനന്ദിച്ചു. ഒരു കല്ലെടുത്ത് മാറ്റിവെക്കുന്ന ഒരു കുട്ടി പോലും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി മാറുകയാണെന്നും മോഹൻലാൽ പറഞ്ഞു. മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ ദുരന്ത മേഖലയുടെ പുനരുദ്ധാരണത്തിനായി 3 കോടി നൽകുമെന്നും ഒപ്പം വെള്ളാർമല സ്കൂളിന്റെ പുനരുദ്ധാരണവും ഇവർ ഏറ്റെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.